ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. രാജ്യത്തെ പരമോന്നത ബഹുമതികളായ പത്മ പുരസ്കാരങ്ങളുടെ വിതരണം രാഷ്ട്രപതി ഭവനിൽ നടന്നു. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലെ 68 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചത്. ഈ വർഷം പ്രഖ്യാപിച്ച 139 പത്മ പുരസ്കാരങ്ങളിൽ 71 എണ്ണം നേരത്തെ രാഷ്ട്രപതി സമ്മാനിച്ചിരുന്നു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ ഈ മാസം 31 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് നടപ്പാക്കുന്ന പദ്ധതികൾ ഫെഡറൽ സംവിധാനത്തിന്റെ പരസ്പര സഹകരണത്തിന് തെളിവാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി 50 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആലുവ ഹൈടെക് മാർക്കറ്റ് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രിമാരായ സജി ചെറിയാൻ, പി രാജീവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ശക്തമായ മഴയിൽ കേരളത്തിൽ വ്യാപകമായ നാശനഷ്ടം. പലയിടങ്ങളിലും റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ട്രെയിൻ ഗതാഗതവും ഭാഗികമായി തടസ്സപ്പെട്ടു. അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം നമ്പറായ 0471251865 ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിലും മഴയിലുമുണ്ടായ വൈദ്യുതി തടസ്സങ്ങളും നാശനഷ്ടങ്ങളും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം വിലയിരുത്തി. വൈദ്യുതി വിതരണ മേഖലയിൽ ഏകദേശം 56 കോടി 77 ലക്ഷം രൂപയുടെ നഷ്ടമാണുണ്ടായത്. വൈദ്യുതി തടസ്സങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ KSEBയിലെ വിതരണ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു. പത്തനംതിട്ട കക്കാട് ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. കക്കാട്ടാറിന്റെ ഇരു കരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഒരു സാഹചര്യത്തിലും നദിയിൽ ഇറങ്ങരുതെന്ന് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയെ തുടർന്ന് വിവിധ ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. ആലപ്പുഴ വഴി പോകുന്ന തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ്, MGR ചെന്നൈ സെൻട്രൽ ആലപ്പുഴ എക്സ്പ്രസ് തുടങ്ങിയവയുടെ സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. യാത്രക്കാർ ട്രെയിനുകളുടെ പുതുക്കിയ സമയം പരിശോധിക്കണമെന്ന് റെയിൽവേ അറിയിച്ചു. കേരള സംസ്ഥാന ഭാഗ്യക്കുറി സമ്മാന ഘടനയിൽ ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും പൊതുജനങ്ങൾക്കും പ്രയോജനകരമായ വിധത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 5000 സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കും. 2000 രൂപയുടെ സമ്മാനം പുനഃസ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 200 രൂപയുടെ സമ്മാനം പുനഃസ്ഥാപിക്കുമെന്നും മന്ത്രി ആലപ്പുഴയിൽ ഭാഗ്യക്കുറി ക്ഷേമനിധിയുടെ പരിപാടിയിൽ പറഞ്ഞു. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വായിലുണ്ടാകുന്ന ക്യാൻസർ മുൻകൂട്ടി കണ്ടെത്താനുള്ള ബോധവൽക്കരണവുമായി പരുമല ക്യാൻസർ സെന്റർ. ഇതിന്റെ ഭാഗമായി ലളിതമായ പരിശോധനാ മാർഗം സംബന്ധിച്ച വീഡിയോയും പുറത്തിറക്കി. ഈ മാസം 31 തീയതിയാണ് പുകയില വിരുദ്ധ ദിനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 625 പോയിന്റ് ഇടിഞ്ഞ് 81,552-ലും നിഫ്റ്റി 175 പോയിന്റ് നഷ്ടത്തിൽ 24,826-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി ഗ്രാമിന് 45 രൂപ വർദ്ധിച്ച് 8,995 രൂപയും പവന് 71,960 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് +1 ഏകജാലക പ്രവേശനത്തിനായുള്ള അപേക്ഷകളിൽ ഓപ്ഷൻ ഉൾപ്പെടെ തിരുത്തലിന് അവസരം. നാളെ വൈകിട്ട് 5 വരെ ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റ് പരിശോധിച്ച് കാൻഡിഡേറ്റ് ലോഗിനിലെ എഡിറ്റ് ആപ്ലിക്കേഷൻ വഴി തിരുത്തൽ നടത്താം. ജൂൺ 2-നാണ് ആദ്യ അലോട്ട്മെന്റ്. സംസ്ഥാന വിഷു ബമ്പർ ടിക്കറ്റിന്റെ നറുക്കെടുപ്പ് നാളെ 2-ന് നടക്കും. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. ഓരോ സ്കൂളും പഠനത്തിനൊപ്പം ജീവിത മൂല്യങ്ങളും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാനതല ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം തിരുവനന്തപുരം SMB സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്ക് എതിരെ വിദ്യാലയ തലത്തിൽ തന്നെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം വക്കത്ത് ഒരു കുടുംബത്തിലെ 4 പേരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാറും ഭാര്യയും 2 മക്കളുമാണ് മരിച്ചത്. കടബാധ്യത മൂലം ജീവനൊടുക്കിയതാവാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊല്ലം കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്ര ഉപദേശക സമിതിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടു. രാഷ്ട്രീയ സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട ഗാനം ആലപിച്ചതും കൊടിത്തോരണങ്ങൾ കെട്ടിയതുമാണ് കാരണമെന്ന് ദേവസ്വം ബോർഡ് പ്രസ്താവനയിൽ അറിയിച്ചു. ഇത്തരം ആശയ പ്രചരണത്തിന് ക്ഷേത്രങ്ങളെ ഉപയോഗിക്കുന്നത് വിലക്കിയുള്ള ഉത്തരവ് ലംഘിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.